അല്ലെങ്കിൽ ഇമ്രാൻഖാനെ ആക്രമിച്ച ഇമ്രാൻഖാനെതിരെ നടത്തിയ നടപടികളിൽ അസിം മുനീറിനോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം, അല്ലെങ്കിൽ സൈന്യത്തോട് പൊതുവെ ഒരു അതൃപ്തിയുണ്ട് ഇപ്പോൾ പാകിസ്ഥാനിൽ, മുൻപില്ലാത്ത വിധം ഒരു അതൃപ്തിയുണ്ട്. അതിലൊക്കെ അസിം മുനീറിന് പിടിച്ചു നിൽക്കാനുള്ള ഒരു മാർഗം ഒരുപക്ഷെ ഇങ്ങനെ ഒരു ശ്രദ്ധ തിരിക്കുക. ഓരോ സമയത്തും പാകിസ്ഥാൻ ചെയ്തിട്ടുള്ളത് അതാണ്. എപ്പോഴൊക്കെ അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ സമയത്ത് ഇന്ത്യയെ ആക്രമിക്കുക, അങ്ങനെ ഒരു പൊതുജനവികാരം ഉയർത്തി നിൽക്കുക. ഇന്ത്യ വിരോധം, ഹിന്ദു വിരോധം, ഇതാണ് എന്റെ അടിത്തറ എന്ന് ഉറച്ചു ലോകത്തിന് മുന്നിൽ പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരാളാണ് അസിം മുനീർ. അങ്ങനെ ഒരാൾ നയിക്കുന്ന ആർമിയാണ്. ആ ആർമി ഇറങ്ങി പുറപ്പെട്ടാൽ അതിന്റെ ദുരിതം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് പാകിസ്ഥാൻ ജനതയാണെന്നുള്ളത് പാകിസ്ഥാൻ ജനത കൂടെയാണ്. അവിടെയാണ് സാധാരണ പാകിസ്ഥാൻ ജനത കൂടെയാണ്. ഞാൻ ഇന്നലെയാണ് ദുബായിൽ തിരിച്ചു വന്നത്. അപ്പം ദുബായിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനി ഡ്രൈവർമാരാണ്. ഞാൻ അവരോടുള്ള ഇന്ററാക്ഷൻ എന്റെ യൂട്യൂബ് ചാനലിലും മറ്റും പങ്കുവച്ചു. അവർ പോലും പറയുന്നുണ്ട്, അതായത് പാകിസ്ഥാനിലെ സാധാരണക്കാർ, മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നവർ പറയുന്നുണ്ട്, ഇത് ഈ തീവ്രവാദികൾ ചെയ്യുന്നതാണ്. ആ തീവ്രവാദികൾക്ക് സട്ടിലായ സപ്പോർട്ടോ ഇൻഡയറക്ട് സപ്പോർട്ടോ പലപ്പോഴും ഗവൺമെന്റും കൊടുക്കാറുണ്ട്. അത് ഈ പാകിസ്ഥാന്റെ സിവിലിയൻ ഡെമോക്രസിയുടെ വീക്ക്നെസ് ആണ്. പക്ഷേ പാകിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണെങ്കിൽ ഇന്ത്യ ഒരു വൈബ്രന്റ് സ്റ്റേറ്റ് ആണ്. ബ്രിട്ടീഷുകാർ നമ്മളെ സ്വതന്ത്രമാക്കിയപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നത് ഇന്ത്യ അടക്കം പെട്ടെന്ന് തകരും, ഇത്രയും വലിയൊരു രാജ്യത്തെ ഒരുമിച്ച് നിർത്താനുള്ള ആന്തരിക ശക്തി ഇന്ത്യക്കില്ല എന്നാണ്. പക്ഷേ ഇന്ത്യ ആന്തരിക ശക്തിയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമായി മാറിയപ്പോൾ പാകിസ്ഥാനികൾ പോലും ചിലർ പറയുന്നുണ്ട്, ഒരു വരിയിൽ പറയാം, അതായത് ഇന്ത്യ ചന്ദ്രനിലേക്ക് ആളയക്കുമ്പോൾ നമ്മൾ തീവ്രവാദ ക്യാമ്പിലേക്കാണ് ആളയക്കുന്നതെന്ന് പാകിസ്ഥാനിൽ തന്നെ വിവരമുള്ളവർ വിമർശിക്കാറുണ്ട്. നമ്മൾ ഇവിടുന്ന് ചന്ദ്രനിലെത്തി, നമ്മൾ ഇവിടുന്ന് ഹൈറ്റ്സിലേക്ക് എത്തുമ്പോൾ പാകിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റിന്റെ വക്കിലെത്തി നിൽക്കുന്നതും IMF-ഉം വേൾഡ് ബാങ്കിന്റെയും ലോണിൽ സർവൈവ് ചെയ്യുന്നതിന്റെ റീസൺ പാകിസ്ഥാനിൽ ഇന്റേണൽ സ്ട്രെങ്ത് ഇല്ല. അവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ശക്തി, ഡെമോക്രസിയുടെ ശക്തി, നമ്മുടെ ഒരുമയുടെ ശക്തി, ഐക്യത്തിന്റെ ശക്തി, വ്യത്യസ്ത ജനവിഭാഗങ്ങൾ തമ്മിലുള്ള ശക്തി. പാകിസ്ഥാന്റെ മൈനോറിറ്റീസിനെ ഇൽ ട്രീറ്റ് ചെയ്യുന്ന പോലെ അല്ല. നമ്മുടെ നാട്ടിൽ എല്ലാ ആൾക്കാരും സഹോദരങ്ങളായി നിൽക്കുന്നതാണ്. മേജർ രവി ഒക്കെ ഏറ്റവും എടുത്ത നിലപാടുകൾ ശ്രദ്ധേയമാണ്. അവിടെയാണ് ഈ ഒരുമയാണ് ഇന്ത്യയുടെ ശക്തി എന്ന് തിരിച്ചറിയുക. പാകിസ്ഥാന് പറ്റിയ തെറ്റുകൾ നമ്മൾ ലോകത്തിനെ ചൂണ്ടിക്കാട്ടുക, പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക. അതോടൊപ്പം ഇനിയും ഒരു റിയാക്ഷൻ ഉണ്ടാവും തോന്നില്ല, നമുക്കറിയില്ല പാകിസ്ഥാൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷേ ഇതൊരു ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്ക് പോകാനുള്ള സാധ്യതകൾ തുലവും വിരളമാണ്. ഇന്ത്യ അതിന് സജ്ജമായി കാണും ഇത്രയും ദിവസങ്ങളിൽ എന്ന കാര്യത്തിലും സംശയമില്ല. ഉറപ്പായിട്ടും ശ്രീ ജോസഫ് ആന്റണി, ഈ കാര്യത്തിലൊരു സംശയം സാധാരണക്കാർക്കുണ്ടാവും. ഈ പാകിസ്ഥാൻ ഇൻ കേസ് ഒരു തരത്തിൽ റിയാക്ട് ചെയ്താൽ ഇന്ത്യയുടെ പ്രതികരണം എന്തായിരിക്കും? ഇന്ത്യ എത്രത്തോളം പാകിസ്ഥാന്റെ ആക്രമണങ്ങൾക്ക് സ്വാഭാവികമായും എല്ലാവർക്കും അറിയാം ഇന്ത്യ എവിടെ നിൽക്കുന്നു, പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു, സൈനിക ശക്തിയിലോ ഏത് തരത്തിലും ആയിക്കോട്ടെ. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഒരു വിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾക്ക് എങ്ങനെ വിശദീകരിക്കാൻ കഴിയും ഇന്ത്യയുടെ പാകിസ്ഥാന്റെ ഒരു റിയാക്ഷൻ ഉണ്ടായാൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക? നമ്മള് മുൻപില്ലാത്ത വിധത്തിലുള്ള ആക്രമണത്തിനാണ് ഇത്തവണ തയ്യാറെടുത്തത്. അപ്പൊ മുൻപില്ലാത്ത വിധമുള്ള ആക്രമണം നമ്മൾ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലും പാകിസ്ഥാന്റെ ഉള്ളിലേക്കും നടത്തുമ്പോൾ തീർച്ചയായും അവർ പ്രതികരിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ. അതുകൊണ്ടാണല്ലോ നമ്മൾ മോക്ക് ഡ്രിൽ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ഒരു ആക്രമണം ഉണ്ടായാൽ, തിരിച്ചടി ഉണ്ടായാൽ അതിനെതിരെ ഏത് തരത്തിലൊക്കെ പ്രതികരിക്കണം എന്ന് ജനങ്ങളെ ഉൾപ്പെടെ, അതായത് സേന ഓൾറെഡി തയ്യാറാണ്, അതോടൊപ്പം തന്നെ ജനങ്ങളെ ഉൾപ്പെടെ ബോധവൽക്കരിക്കുന്ന നടപടിയിലേക്ക് നമ്മൾ വന്നു. തീർച്ചയായിട്ടും ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു തിരിച്ചടി, ഇതിനുള്ള മറുപടി തരാനായിട്ട് നിർബന്ധിതമാണ് അസിം മുനീറിന്റെ സേന. അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വളരെ ഡിഫെൻസീവിലായ, പ്രതിസന്ധിയിലായ പാകിസ്ഥാൻ സേനയും ഈ പാകിസ്ഥാൻ സേനയെയും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെയും ഈ പ്രതിസന്ധിയിൽ ഈ കുഴിയിൽ ചാടിച്ച അസിം മുനീർ എന്ന് പറയുന്ന പട്ടാളക്കാരന്റെ മുന്നോട്ടുള്ള നീക്കം തന്നെ അപകടത്തിലാവും. അപ്പൊ അതുകൊണ്ട് അവരടിക്കാനായിട്ട് നിർബന്ധിതരാണ്. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് 86 ബില്യൺ പ്രതിരോധ ബജറ്റ് വെറും $10 ബില്യൺ. ഈ $10 ബില്യൺ അത് തന്നെ അവർക്ക് നമുക്കറിയാം നിലവിലുള്ള സേനയുടെ മോഡേണൈസേഷനും ആയുധം വാങ്ങലും ഒക്കെ വളരെ പ്രതിസന്ധിയിലാവും. അതുകൊണ്ട് തന്നെ അപ്പൊ അതൊരു ഭാഗത്ത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോ IMF-ന്റെ കയ്യിൽ നിന്നും വേൾഡ് ബാങ്കിന്റെ കയ്യിൽ നിന്നും ഒക്കെയുള്ള ലോൺ കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. സാമ്പത്തികമായി വളരെ പ്രതിസന്ധി നിൽക്കുന്ന രാജ്യമാണ്. അങ്ങനെ രാഷ്ട്രം സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്നു, സേന ദുർബലമായി നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ വളരെ ആത്മഹത്യാപരമായ ഒരു ആക്രമണം കാശ്മീരിന്റെ മുകളിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അസിം മുനീർ എന്ന് പറയുന്ന ജനറലിന്റെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഈ ആക്രമണം ഇന്ത്യക്ക് മേൽ നടത്തിയത്. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചടിക്കാൻ നിർബന്ധിതനാകും.
അങ്ങനെ തിരിച്ചടിക്കാൻ നിർബന്ധിതനായാൽ അവിടുത്തെ മറ്റുള്ള വിവേകമുള്ള ആളുകൾ അദ്ദേഹത്തെ തടയുന്നില്ലെങ്കിൽ അവർ തിരിച്ചടിക്കാം. അങ്ങനെ തിരിച്ചടിച്ചാൽ അതിനെതിരെ അതിശക്തമായി, അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്, ഞങ്ങള് വളരെ ഉത്തരവാദിത്വപൂർണമായിട്ടാണ് ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കുന്നത്. ഞങ്ങളെ വേദനിപ്പിച്ച, ഞങ്ങളെ മുറിവേൽപ്പിച്ച, നിരപരാധികളായിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ കൊന്ന, അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ കൊന്ന ആളുകളെ അവർ കുറ്റവാളികളാണ്, അവർ ഒറ്റപ്പെടുത്തേണ്ടപ്പെടേണ്ടതാണ്. അവർക്കെതിരെയാണ് ഞങ്ങൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ സിവിലിയന്മാർക്കെതിരെ ആക്രമണം നടത്തിയിട്ടില്ല. ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെ മാത്രമാണ് ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടുള്ളത്. അത് എന്താണ് ലോകത്തോട് പറയുന്നത്? ഞങ്ങൾ ഉത്തരവാദിത്വപൂർണമായി ഞങ്ങൾ ചെയ്യേണ്ട കാര്യം നിർവഹിച്ചിരിക്കുന്നു. ഇനി അപ്പൊ അതിനെതിരായിട്ട് പാകിസ്ഥാൻ പ്രതികരിച്ചാൽ അതൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകും. ആ യുദ്ധസമാനമായ സാഹചര്യം പാകിസ്ഥാൻ സൃഷ്ടിച്ചാൽ തീർച്ചയായിട്ടും കനത്ത പ്രഹരം നൽകാൻ ശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ. നമ്മൾ പറയും, ഈ ഇസ്രായേലൊക്കെ നിരന്തരം പറയുന്ന കാര്യങ്ങളുണ്ട് യുദ്ധത്തെ സംബന്ധിച്ച്. നിങ്ങൾ തുടങ്ങിക്കോ, യുദ്ധം എങ്ങനെ എവിടെ അവസാനിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയും. എന്നതുപോലെ പാകിസ്ഥാൻ നമുക്ക് നേരെ ഒരു ആക്രമണം നടത്തി. നമ്മൾ അതിനോട് വളരെ ഉത്തരവാദിത്വപൂർണമായി പ്രതികരിച്ചു. അതിനെതിരായി വീണ്ടും പാകിസ്ഥാൻ ആക്രമണവുമായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെതിരെ ശക്തമായ, അതായത് പാകിസ്ഥാൻ അതിന്റെ ചരിത്രത്തിൽ, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള അതായത് 1971 ഉണ്ടായതുപോലെയുള്ള ഒരു പാഠം ഒരു പക്ഷേ ഈ അസിം മുനീർ ഇന്ത്യക്കെതിരായി തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇങ്ങനെ ഒരു ആക്രമണത്തെ, നമ്മളിങ്ങനെ ഒരു തിരിച്ചടി തയ്യാറെടുത്തപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അമേരിക്കയും റഷ്യയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ട്, നമുക്ക് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിക്കുകയും നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രതികരിച്ചു, ലോകത്തെ നമ്മൾ ബോധ്യപ്പെടുത്തി, ഐക്യരാഷ്ട്ര സംഘടനയെ ബോധ്യപ്പെടുത്തി, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ്, തയ്യാറെടുത്തുകൊണ്ടാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കെതിരെ ഒരു ആക്രമണം പാകിസ്ഥാൻ ഇനി നടത്താൻ ധൈര്യപ്പെടില്ല. പക്ഷെ സ്വന്തം നില ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്താൽ ആ നില അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന തരത്തിലായിരിക്കും യുദ്ധം അവസാനിക്കുക. ശരി, വളരെ നന്ദി ശ്രീ ജോസഫ് ആന്റണി. ഒപ്പം രാഹുൽ ഈശ്വർ സംസാരിച്ചതിന്. ഈ ദിവസം രാവിലെ പുലർന്നത് തന്നെ ഇങ്ങനെ ഒരു വാർത്തയുടെ ആയിരുന്നു. ഒരു രസകരമായ ഒരു വാർത്ത ഇതിനിടയിൽ വരുന്നുണ്ട്. അത് സ്കൈ ന്യൂസിന്റെ യാൽഡ ഹക്കിം എന്ന് പറയുന്ന റിപ്പോർട്ടറോടാണ് കഴിഞ്ഞ ദിവസം പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നത്. അവരുടെ ഇന്റർവ്യൂവിലായിരുന്നു ഈ പാകിസ്ഥാൻ തീവ്രവാദ നഴ്സറിയായി വളർന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നു, ഇത്രയും കാലം ഈ ഡേർട്ടി ജോബ് ചെയ്തത് അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന ഖ്വാജ ആസിഫിന്റെ വെളിപ്പെടുത്തൽ ഈ യാൽഡ ഹക്കീമുമായി നടത്തിയ ഇന്റർവ്യൂവിലായിരുന്നു. ഇന്ന് രാവിലെ ഈ ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ പാകിസ്ഥാന്റെ വാർത്താവിനിമയ മന്ത്രി അട്ടത്തുള്ള തരാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹമാണ് ലോകത്തിന് മുന്നിൽ വന്ന ഇതാ ഇന്ത്യ ആക്രമിക്കാൻ പോകുന്നു, ഞങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ്, ഇന്ത്യ മനുഷ്യത്വമില്ലാതെ പെരുമാറുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ അത്തത്തുള്ള തരാറായിരുന്നു. ഈ അത്തത്തുള്ള തരാറുമായി ഒരു ഇന്റർവ്യൂ ഇന്ന് രാവിലെ യാൽഡ ഹക്കീം നടത്തുന്നു. ആ ഇന്റർവ്യൂവിൽ വെച്ച് അത്തത്തുള്ള തരാർ പറയുകയാണ്, പാകിസ്ഥാൻ ഇതുവരെയും ഒറ്റ ടെററിസ്റ്റ് ക്യാമ്പുകളും പാകിസ്ഥാനിൽ ഉണ്ടായിട്ടില്ല, ഒരു തരത്തിലും അങ്ങനെ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് വളരാൻ വേണ്ട മണ്ണുണ്ടാക്കിയിട്ടില്ല, തീവ്രവാദത്തിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ വഴിക്ക് അവർ തന്നെ തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ പ്രതിരോധ മന്ത്രി എന്നോടാണല്ലോ പറഞ്ഞത് ഞങ്ങൾ 3.5 പതിറ്റാണ്ടോളം ഈ ഡേർട്ടി ജോബ് ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടിയാണ്, അമേരിക്കയ്ക്ക് വേണ്ടി ഈ ഡേർട്ടി ജോബ് ചെയ്തു എന്ന് നിങ്ങളുടെ പ്രതിരോധ മന്ത്രി എന്നോടാണല്ലോ സംസാരിച്ചത്. അടുത്ത അവരുടെ ഏറ്റവും പ്രസക്തമായ ചോദ്യം, എവിടെ നിന്നാണ് ഒസാമ ബിൻ ലാദനെ പിടിച്ചത് എന്നതായിരുന്നു അവരുടെ ചോദ്യം. അങ്ങനെ ഓൺ എയർ തന്നെ അദ്ദേഹത്തിന്റെ വായടപ്പിക്കുന്ന തീവ്രവാദവുമായി പാകിസ്ഥാന് പുലബന്ധം പോലും ഇല്ല എന്ന പാക് വാർത്താവിനിമയ മന്ത്രി അത്തത്തുള്ള തരാറിന്റെ വാക്കുകളെ ഒരു മാധ്യമ പ്രവർത്തക തന്നെ വായടപ്പിച്ചത് കാണുമ്പോൾ ചെറിയൊരു സന്തോഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്ക് മാത്രമല്ല, ഇന്നത്തെ ഇന്ത്യയുടെ ഈ തിരിച്ചടിക്ക് ശേഷം അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ കുറേയുണ്ട്. ഇന്ത്യൻ സൈനികർ പിടിയിലായിട്ടുണ്ട്, പാകിസ്ഥാൻ സേസ് 5 ഇന്ത്യൻ പ്ലെയിൻ ഷോട്ട് ഡൗൺ എന്നൊക്കെയാണ്. ഒരു മയവും ഇല്ല.